2020 നവംബറിൽ സമാനമായൊരു കേസിൽ എന്തായിരുന്നു ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടെന്ന് കേൾക്കാം. അങ്ങനെ പറയരുത്. ഇത് ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുമായി അങ്ങനെയാണെങ്കിൽ സംശയം ഒന്ന് തീർക്കണമല്ലോ. ബന്ധപ്പെട്ട് എന്താണ് അന്വേഷണ ഏജൻസിയുടെ കയ്യിലുള്ളത് എന്ന് അറിയാതെ നമുക്കത് സംബന്ധിച്ച് ഒന്നും പറയാനാവില്ല. എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് നേരിടുന്നതിന് നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വാഭാവികമായും ആ കുടുംബം സ്വീകരിക്കുകയും ചെയ്യും. അക്കാര്യം ഒരുപാട് കേട്ടിട്ടുണ്ട്. വളരെ വലിയ മനുഷ്യനല്ലേ, പക്ഷേ ആ പേരെടുത്ത് ഇങ്ങോട്ട് തട്ടണ്ടായിരുന്നു, ഒട്ടും ചേരുന്നില്ല. കാര്യത്തില് നമുക്കിപ്പം ഉറപ്പിച്ചൊന്നും പറയാനാവില്ല എന്താണ് എന്നുള്ളത്. അപ്പോൾ അന്വേഷണ ഏജൻസി ഇവിടെ എത്തിയത് അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായാണ്. This is a very complicated case. ഈ പ്രതിക്ക് വട്ടുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന് അറിയാത്തൊരു കൂട്ടർ അതിനെപ്പറ്റി മറ്റെന്തെങ്കിലും അഭിപ്രായം പറയുന്നത് ശരിയാവില്ല. അതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. ഡോക്ടർ ബി ജയരാജ് 6 വർഷം മുൻപുള്ള പ്രതികരണമാണ്, നിലപാടാണ് ആക്കിയിട്ടത്. 6 വർഷത്തിനിപ്പുറം കയ്യിൽ അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്നറിഞ്ഞിട്ട് പോരായിരുന്നോ കാറ് തല്ലിപ്പൊളിക്കാൻ ഇറങ്ങുന്നത് പ്രവർത്തകർ? തെളിയിച്ചു പറയടോ. തെളിച്ചു വരാൻ വിരോധം ഉണ്ടായിട്ടല്ല, ഞെട്ടരുത്. ആര്യ, ബഹുമാനത്തോടു കൂടി ഞാൻ പറയട്ടെ, ആര്യ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പെടുന്ന പരിപാടിയാണ്. അയ്യോ, അങ്ങനെ പറയരുത് സാർ. കാര്യം എന്താ വെച്ചാൽ ഇത് രണ്ട് കേസാണ്, 2 ഇഷ്യൂസാണ്, 2 വ്യത്യസ്തമായ സംഭവങ്ങളാണ്, 2 വ്യത്യസ്തമായ കാലഘട്ടമാണ്. ഒന്നെന്ന് പറയുന്നത് പർട്ടിക്കുലർലി ഇത് ഒരു മുഖ്യമന്ത്രിയെ കരിവാരി എറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം. മുഖ്യമന്ത്രിയുടെ മകൾ അല്ല വീണ ടി എങ്കിൽ ഈ ഒരു വിഷയം ഉണ്ടാകത്തില്ലായിരുന്നു. പരമാവധി കുറച്ചൊരു 10 വർഷം കഴിയട്ടെ. ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് 100 ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ. ആരാണ് അതിനിടയ്ക്ക് സംസാരിക്കുന്നത്? ഷോൺ ചൂണ്ടിക്കാണിച്ചത് ഒന്ന് പിണറായി വിജയന്റെ മകളാണെങ്കിൽ മറ്റൊന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മകനാണ്. ആയിക്കോട്ടെ, അതൊന്നും അല്ലല്ലോ ഇവിടെ വിഷയം. ആ ഒരു കേസിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളത് 2 ഒരേ രീതിയിലല്ല എന്നുള്ള രീതിയിലാണ് അതിനെ നമ്മൾ 2 കാണേണ്ടുന്ന 2 കേസുകളാണ്, 2 സ്റ്റേറ്റ്മെൻ്റാണ്, 2 പെർട്ടിക്കുലർ കാലയളവിൽ നടന്നതാണ്, 2 പെർട്ടിക്കുലർ സ്റ്റാൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികൾ എടുത്തിട്ടുള്ളതുമാണ്. അതാണ് അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം. കോടിയേരി ബാലകൃഷ്ണൻ എടുത്ത സ്റ്റാൻഡ് ആയിരുന്നില്ല പിണറായി വിജയൻ എടുത്തത്. അതുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. അന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ വ്യക്തിയും നേതാവും മാത്രമല്ല നിലപാടെടുത്തത്, പാർട്ടിയും ഒരു നിലപാടെടുത്തു. പാർട്ടി CPM എന്ന പാർട്ടിയും ഒരു നിലപാടെടുത്തു. ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ ഇല്ല? പാർട്ടി അങ്ങനെ നിലപാടെടുക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് പാർട്ടി പറയാം. ഇത് ഒരു കാര്യം ഞാൻ പറയാം, വളരെ വ്യക്തമായിട്ട് ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. ഒരു 10 വർഷം കഴിഞ്ഞോട്ടെ, 10 വർഷം കഴിയുമ്പോഴത്തേക്കും ഷോണെ ഒന്ന് ഇടയ്ക്ക് ഇടപെടാതിരിക്കും. ഞാനൊന്ന് പറയട്ടെ, എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, അന്ന് പാർട്ടിക്കും അന്നൊരു വിഷയം വന്നപ്പോൾ, അന്ന് കേന്ദ്രത്തിൽ നിന്നൊരു അന്വേഷണ ഏജൻസി വന്നപ്പോൾ പാർട്ടിക്ക് കോടിയേരി ബാലകൃഷ്ണൻ ഞാൻ മാറി നിൽക്കുകയാണെന്ന നിലപാടും പാർട്ടി ഇതിൽ ഇടപെടേണ്ടില്ല എന്ന് പറയാൻ അദ്ദേഹത്തിനുള്ള നിലപാട് അദ്ദേഹം കാണിച്ചു. ഇവിടെ എന്തുകൊണ്ട് അത് പാർട്ടിക്ക് കഴിയുന്നില്ല? പാർട്ടിയേക്കാൾ വലുതാണോ പിണറായി? കുട്ടിച്ചാച്ചെന്ന് ചോദിക്ക്. ചേട്ടാ ചോദിച്ചാലും സത്യമൊന്നും പറയാൻ പോകുന്നില്ല. അങ്ങനെയല്ലല്ലോ ഈ വിഷയം. അത് കോടിയേരി ബാലകൃഷ്ണന്റെ സ്റ്റാൻഡാണ്. അന്നേരം കോടിയേരി ബാലകൃഷ്ണൻ എടുത്തൊരു സ്റ്റാൻഡാണ് അതിൻ്റേത്. 2 വ്യക്തികൾ, 2 വ്യത്യസ്തമായ സംഭവങ്ങൾ, അതിനകത്ത് എടുത്ത സ്റ്റാൻഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വ്യക്തികളെ അല്ല ഞാൻ തെങ്ങും കവുങ്ങുമെന്ന് ഉദ്ദേശിച്ചത്, ആ സംഭവങ്ങളെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അത് വ്യക്തികളായിട്ട് അതിനെ ന്യൂനീകരിക്കുകയോ ക്രോഡീകരിക്കുകയോ ഒന്നും വേണ്ട. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ പറഞ്ഞ ഒരു വിഷയത്തിൽ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നൊരു വിഷയത്തിൽ ഞാൻ അസന്നിഗ്ധമായിട്ടൊരു കാര്യം പറയാം. ഒരു 10 വർഷം കഴിയുന്നുണ്ടെങ്കിൽ ഇത് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തമാശയായിട്ട് മാറും ഈ കേസ് എന്നുള്ളതാണ്. എന്തിനാണ് ഇപ്പോൾ ഇന്നലെ ധവളപത്രം അവതരിപ്പിച്ചു നിയമസഭയിൽ, അതിൻ്റെ ചർച്ച ചെയ്യാതെ CPM ഇതിനകത്ത് കക്ഷിയല്ല എന്ന് പറഞ്ഞതുകൊണ്ടും വീണ്ടും മനഃപൂർവ്വം എന്തിനാണ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ
അല്ലെങ്കിലല്ല. ധവളപത്രം അവതരിപ്പിച്ചു. ഇന്നലെ ധവളപത്രം അവതരിപ്പിച്ചു. ഇന്നലെ വൈകിട്ട് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ധവളപത്രം ചർച്ച ചെയ്തു. ചർച്ച ചെയ്യേണ്ട ദിവസം അത് ചർച്ച ചെയ്തു. ഡോക്ടർ പി ജയരാജൻ അല്ലാന്ന് എനിക്കറിഞ്ഞൂടെ. ഇന്ന് ഇഡിക്ക് വരാനുള്ള വഴി വരുമ്പോൾ എല്ലാ നിയമ തടസ്സങ്ങളും മാറുമ്പോൾ ഇതല്ലേ ചർച്ച ചെയ്യേണ്ടത്? ഇവിടെ കഴിയുന്നുള്ളൂ. അത് തന്നെയാണ് വാസ്തവവും. താങ്കൾ ഈ ധവളപത്രത്തിന്റെ കാര്യം പറഞ്ഞു. ധവളപത്രം ഇന്നലെ ചർച്ച ചെയ്തു എല്ലാ മാധ്യമങ്ങളും. കേൾക്കാമോ? എനിക്ക് കേൾക്കാം. താങ്കൾക്ക് കേൾക്കാമോ ഞാൻ പറയുന്നത്? ശരി, അത് ആ ഫോൺ കട്ടായി പോയെന്ന് തോന്നുന്നു. കാല് വാരരുത്. എന്നെ കൊലക്ക് കൊടുക്കാനല്ലേ നിങ്ങളെ പരിപാടി?